മികച്ച ആരോഗ്യത്തിന് ഭക്ഷണരീതി എങ്ങനെ മാറ്റണം? ഇതാ വഴികൾ. ഭക്ഷണരീതിയിൽ ശ്രദ്ധിക്കണമെന്നത് എപ്പോഴാണ് തോന്നുക? ഒന്നെങ്കിൽ എന്തെങ്കിലും അസുഖം വരണം, അല്ലെങ്കിൽ ശരീരഭാരം കൂടണം. ഇത്തരം പ്രശ്നങ്ങൾ വന്നതിനു ശേഷമാണോ ഭക്ഷണശീലം നന്നാക്കേണ്ടത്? നല്ല ഭക്ഷണം നല്ല ആരോഗ്യവും തരും. എന്നാൽ ശരി, ഇന്നു മുതൽ ഞാൻ ആരോഗ്യപരമായി മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് തീരുമാനിച്ചെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉപയോഗപ്രദമാക്കുകയാണെങ്കിൽ. ഇപ്പോഴത്തെ ജീവിതശൈലി, വ്യായാമമില്ലായ്മ, അനാരോഗ്യപരമായ ഭക്ഷണരീതി എന്നിവ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ഇല്ലാതാക്കുകയാണ്. ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും അത് മോശമായി ബാധിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ അസുഖങ്ങൾ ഉണ്ടാവുകയും മരുന്നുകൾ കഴിക്കേണ്ടി വരികയും ചെയ്യുന്നതിന് പിന്നിൽ തെറ്റായ ഭക്ഷണരീതി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവും ലക്ഷ്യമിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണത്തിൻ്റെ ആവശ്യകത, എത്ര കഴിക്കണം, അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു, എപ്പോൾ കഴിക്കണം, ഭക്ഷണത്തിൻ്റെ അളവ് ഏതെല്ലാം, ഇതെല്ലാം ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ തുടങ്ങുമ്പോൾ അറിഞ്ഞിരിക്കണം. ഇന്നലെ വരെ കണ്ണിൽ കണ്ടതൊക്കെ ലക്കും ലഗാനുമില്ലാതെ അകത്താക്കിയിരുന്ന വ്യക്തി പെട്ടെന്നൊരു മാറ്റം വരുത്തിയാൽ ശരീരമൊന്ന് അമ്പരക്കും. ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാം. ചെറിയ മാറ്റങ്ങളിലൂടെ ക്രമേണയാണ് ഭക്ഷണക്രമത്തെ ഉടച്ചു വാർക്കേണ്ടത്. പുതുതായി ഒരു ഭക്ഷണ രീതി തുടങ്ങുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് സാധാരണയാണ്. തലവേദന, അമിത വിശപ്പ്, ഗ്യാസ് ട്രബിൾ, തലകറക്കം, ശ്രദ്ധക്കുറവ്, കഠിനമായ ക്ഷീണം തുടങ്ങിയവ ഉണ്ടാകാം. എന്നാൽ 1-2 ആഴ്ചക്കുള്ളിൽ ഇവ അപ്രത്യക്ഷമാകും. ഭക്ഷണ ക്രമീകരണത്തിൽ ഒരാളുടെ ശരീരഭാരം, ഭക്ഷണരീതി, അസുഖങ്ങൾ, ജീവിത രീതി എന്നിവയെല്ലാം പ്രധാന ഘടകങ്ങളാണ്. എല്ലാവരുടെയും ശരീരപ്രകൃതം ഒരുപോലെയല്ല എന്നത് ഓർത്താൽ നന്നായിരിക്കും. നിങ്ങൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വിശപ്പ് തോന്നുമ്പോൾ ആഹാരം കഴിക്കുന്നത് നല്ലതല്ല. ബോറടിക്കുന്നതോ ടെൻഷൻ കൂടുതലുള്ളതോ ആവരുത് ഭക്ഷണം കഴിക്കുന്നതിനുള്ള കാരണം. TV കാണുമ്പോൾ ഭക്ഷണം കഴിക്കരുത്. എത്ര ഭക്ഷണം കഴിച്ചെന്ന് തിരിച്ചറിയാനാകില്ല. ഒരിക്കലും വേഗത്തിൽ ഭക്ഷണം കഴിക്കരുത്. പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് നോക്കാം. സാവധാനം ചവച്ചരച്ച് കഴിക്കണം. ദിവസത്തിൽ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നതിലൂടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നിയന്ത്രിക്കാം. ആവശ്യകത മനസ്സിലാക്കി മാത്രം ഭക്ഷണം കഴിക്കുക. ഡയറ്റ് പ്ലാൻ പിന്തുടരുന്നവർ ഒരേ വിഭവങ്ങൾ തന്നെയാവും എന്നും കഴിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് മടുക്കാനും ഡയറ്റ് നിർത്താനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരേ ഭക്ഷണം പലതരത്തിൽ പാചകം ചെയ്യുന്നത് പുതിയ രുചികൾ പരിചയപ്പെടാനും ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും. ഭക്ഷണരീതി എന്നും ഒരുപോലെ പിന്തുടരുന്നതാണ് എപ്പോഴും നല്ലത്. എന്തുകൊണ്ടാണ് ഹെൽത്തി ഫുഡിലേക്ക് തിരിഞ്ഞു തന്നെ ചിന്ത മനസ്സിലാവണം. എന്തുകൊണ്ടാണ് ഹെൽത്തി ഫുഡിലേക്ക് തിരിഞ്ഞതെന്ന ചിന്ത മനസ്സിലുണ്ടാവണം. അതിന് ഗുണപ്പെടുന്ന രീതിയിലാണോ ഇപ്പോഴത്തെ ഭക്ഷണക്രമമെന്ന് നിരന്തരം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. 3 നേരം വയറു നിറയെ കഴിക്കുക എന്നതാണ് പൊതുവെ മലയാളികളുടെ ശീലം. എന്നാൽ 6-7 തവണ അല്പാൽപമായി കഴിക്കുന്നതാണ് നല്ലത്. പ്രഭാത ഭക്ഷണം നിർബന്ധമായും കഴിച്ചിരിക്കണം. ഒരു ദിവസത്തേക്ക് വേണ്ട ഊർജം പ്രഭാത ഭക്ഷണത്തിലൂടെ ലഭിക്കും. എന്ത് കഴിച്ചാലും മിതമായ അളവിൽ കഴിക്കുന്നതാണ് ആരോഗ്യകരം. വാരി വലിച്ച് കഴിക്കുന്നതും ദോഷം ചെയ്യും. അമിതമായി എണ്ണമയമുള്ളതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണം ഒഴിവാക്കുക. ജങ്ക് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി പലഹാരങ്ങൾ എന്നിവ ശരീരത്തിനു നല്ലതല്ല.
പൂർണ്ണമായും ഒഴിവാക്കാനാകില്ലെങ്കിലും പരമാവധി കുറയ്ക്കുക. ജലാംശം കൂടുതലുള്ള പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. മധുരം കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. പച്ചക്കറികൾക്ക് പ്രാധാന്യം നൽകുക. അരമണിക്കൂറെങ്കിലും ദിവസവും നടക്കുന്നത് ഡയറ്റ് മുന്നോട്ട് പോകാൻ ഏറെ സഹായിക്കും. ശരീരഭാരം കുറയ്ക്കുന്നതാണ് ലക്ഷ്യമെങ്കിൽ പോലും എല്ലാ നേരവും അല്പമെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കാം. എന്തെല്ലാം കഴിക്കണം എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാകാം. എങ്കിൽ നിങ്ങൾ കഴിക്കേണ്ടത് കായികാധ്വാനമുള്ള ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടുന്ന ഭക്ഷണമായിരിക്കില്ല 8 മണിക്കൂറോളം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടത്. അതുകൊണ്ട് ശരീരം എത്രത്തോളം ചലിക്കുന്നു എന്നത് അനുസരിച്ചിരിക്കും കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ അളവും രീതിയും. വൈറ്റമിനും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വെള്ളവുമെല്ലാം അടങ്ങിയ ഡയറ്റ് പ്ലാൻ വേണം തിരഞ്ഞെടുക്കേണ്ടത്. ദഹനപ്രക്രിയ നന്നായി നടക്കുന്നതും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതുമായ ഭക്ഷണ ക്രമീകരണം ആണ് വേണ്ടത്. അന്നജമടങ്ങിയ അരി, ഗോതമ്പ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇത് ശരീരത്തിന് ആവശ്യമുള്ള ഊർജം നൽകും. കിഴങ്ങുവർഗ്ഗങ്ങളായ ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ് തുടങ്ങിയവയിലും അന്നജം ധാരാളമുണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്ന വ്യക്തി ഈ പച്ചക്കറികളുടെ ഉപയോഗം ശ്രദ്ധിക്കണം. പ്രോട്ടീൻ അടങ്ങിയ മത്സ്യം, മുട്ട, പയർ, ഇറച്ചി എന്നിവ മാറി മാറി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം. ഭക്ഷണത്തിൽ പഴം, പച്ചക്കറി, ഇലക്കറി എന്നിവ കൂടുതലായി ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്. കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഒരുപാട് സഹായിക്കും. എന്നാൽ ഇവയൊക്കെ വൃത്തിയായി കഴുകിയ ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അരമണിക്കൂറെങ്കിലും ഉപ്പ് വെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ പച്ചക്കറികളും പഴങ്ങളും ഇട്ടുവെച്ച ശേഷം കഴുകി കളഞ്ഞ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഇറച്ചി കഴിക്കാൻ താല്പര്യപ്പെടുന്നവർ പ്രോട്ടീൻ, കാൽസ്യം, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയ ചെറുമീനുകളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നല്ലൊരു ഡയറ്റ് നോക്കുന്ന വ്യക്തി ദിവസവും 8-10 എണ്ണം വീതം ബദാം, മറ്റ് നട്ട്സ് കഴിക്കുന്നത് നന്നായിരിക്കും. പൊറോട്ടയും ബീഫുമൊക്കെ പ്രിയപ്പെട്ടതാണെങ്കിലും എപ്പോഴും പൊറോട്ട കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണ്. മൈദ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതും ഉപകാരപ്പെടും. മധുരം കഴിക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അങ്ങനെ തോന്നിയാലുടൻ എന്തെങ്കിലും പഴവർഗ്ഗം കഴിക്കുന്നതാണ് നല്ലത്. അതിൽ ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇത് വിശപ്പിനെ നിയന്ത്രിക്കും. പാട മാറ്റി പാൽ ഒരു ദിവസം 2 ഗ്ലാസ് വീതം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഭക്ഷണക്രമത്തിൽ തൈരിൻ്റെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ദഹന പ്രക്രിയക്ക് സഹായകമായതുകൊണ്ട് ദിവസവും ഭക്ഷണത്തിൻ്റെ കൂടെ നെയ്യ് മാറ്റിയ തൈര് ഉപയോഗിക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. പാലിൻ്റെയോ പാൽ ഉൽപ്പന്നങ്ങളുടെയോ ഉപയോഗം ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടും. ദിവസവും 2-3 ലിറ്റർ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സഹായിക്കും. ഈ കാര്യങ്ങളിൽ അല്പ ശ്രദ്ധ ചെലുത്തിയാൽ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ കാക്കും. ഒറ്റയടിക്ക് മാറ്റുന്നതിന് പകരം പതിയെ ശരീരത്തെ ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പഴയ ശീലങ്ങൾ മാറട്ടെ. ആരോഗ്യത്തെ തിരികെ പിടിക്കാനായി നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം.